മറ്റൊരു പുസ്തക ദിനം കൂടെ കടന്നു പോകുമ്പോൾ 2025 നമുക്ക് നൽകിയ മനോഹരമായ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. രണ്ടും ഓർമ്മക്കുറിപ്പുകളാണ്. ഓർമ്മക്കുറിപ്പുകൾ എന്നാൽ വെറും ഓർമ്മക്കുറിപ്പുകളല്ല, ഒരു നോവൽ വായനയുടെ സുഖം നൽകുന്ന രണ്ട് ഓർമ്മക്കുറിപ്പുകൾ. വായിക്കുമ്പോൾ നമുക്ക് ഇത് ഫിക്ഷനാണോ, അതല്ല ഇത് റിയൽ ലൈഫ് ആണോ എന്ന് സംശയം തോന്നുന്ന രൂപത്തിലുള്ള രണ്ട് പുസ്തകങ്ങൾ. ആദ്യമായി കൊണ്ട് പ്രിയ സുഹൃത്ത് ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം. കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഇടുക്കിയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബാബു എബ്രഹാമിന്റെ തീക്ഷ്ണമായ ജീവിത കഥ പറയുന്ന പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഈ പുസ്തകം അവതരിപ്പിക്കുന്നു എന്നതാണ്. ഒരിക്കൽ എഴുത്തുകാരൻ സൂചിപ്പിച്ചതുപോലെ, എന്നെ നായകനാക്കി ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച പുസ്തകത്തിൽ അറിയാതെ അമ്മ നന്ദിക്കുന്നേൽ മേരി നായികയായി മാറുകയുണ്ടായി. ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി, പൗരോഹിത്യത്തോടും പ്രമാണിമാരോടും പടപൊരുതി തൻ്റെ മക്കളെ വളർത്താൻ ഒരമ്മ കാണിച്ച പ്രയത്നങ്ങളുടെ കഥ കൂടെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന് ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തുമ്പോഴാണ് ഒരാളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ. മറ്റൊരു പുസ്തകമാണ് അരുന്ധതി റോയിയുടെ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ എന്ന ഈ പുസ്തകം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണിത്. 2025 പുസ്തകമെന്ന് പല സാഹിത്യോത്സവങ്ങളും വിശേഷിപ്പിച്ച ഈ പുസ്തകം അരുന്ധതി റോയിയും മലയാളിയായ അമ്മ മാരി റോയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അതിലപ്പുറം ഈ പുസ്തകത്തെ അതിവിശാലമായ മറ്റൊരു തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അരുന്ധതി റോയുടെ കൂടെ ജീവിത കഥയാണ്. വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ എഴുത്തുകാരി കടന്നു പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്ന ഈ പുസ്തകം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡ് പല സ്ഥലങ്ങളിലും കൺഫെഷണൽ മോഡാണ്, തുറന്നെഴുത്താണ്. എന്നാൽ ഒരു തുറന്നെഴുത്ത് എന്നതിനപ്പുറം എഴുത്തുകാരി ജീവിച്ച പരിസരങ്ങളിലെ സാമൂഹ്യ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കൂടെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിലൂടെ ലോക സാഹിത്യത്തിൽ ഏറെ സുപരിചിതയായ ഒരു പേരാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ് എഴുതിയ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അടക്കമുള്ള ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ കാറ്റഗറിയിലെ എല്ലാ പുസ്തകങ്ങളെയും അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു സോഴ്സ് ബുക്ക് കൂടെയാണ് ഈ പുസ്തകം. സ്വതസിദ്ധമായ ഭാഷയിൽ, ഭാഷയുടെ ശക്തിയിൽ, ഭാഷയുടെ ഒഴുക്കിൽ ഏറെ വായനാ സുഖം നൽകുന്ന ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം. ഏതൊരു ഓർമ്മക്കുറിപ്പിനെയും സാഹിത്യ മൂല്യമുള്ള ഒരു കൃതിയായിട്ട് മാറ്റുന്നത് അത് നൽകുന്ന വായനാ സുഖം തന്നെയാണ്. ഇതൊരു ഫിക്ഷൻ ആണോ റിയൽ ലൈഫാണോ എന്നുള്ള കൺഫ്യൂഷൻ വായനക്കാരന് നൽകുന്ന തരത്തിലുള്ള ശക്തമായ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം ദിസ് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക്.